മോളെ അവരെ കാണുന്നില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കി. അമ്മ ഒന്ന് സമാധാനായിട്ട് ഇരിക്കേ. എത്തിന്നാ ഇപ്പൊ വിളിച്ചപ്പോൾ അവര് പറഞ്ഞത്. എന്തോ എനിക്ക് എന്റെ മോളെ കാണാൻ കൊതിയാവുക. നിങ്ങളുടെ നിധി ഒരു പോറിന് പോലെ ഏൽപ്പിക്കാതെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല ആന്റി, എനിക്കൊരു കുഴപ്പമില്ല. ചേച്ചിയെ കിട്ടിന്ന് അറിഞ്ഞ പിന്നെ അമ്മതേ ഇവിടുന്ന് അനങ്ങിയിട്ടില്ല. ഓരോ മിനിറ്റിൽ ചോദിച്ചോണ്ടിരിക്ക, നിങ്ങൾ എന്താ വൈകുന്നേന്ന്. നേരെ ഇങ്ങോട്ട് അങ്ങനെ അങ്ങ് വരാൻ പറ്റുമോ? മൊഴിയൊക്കെ കൊടുത്തിട്ടാ ഇങ്ങോട്ട് വന്നത്. അതെ, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? പിന്നെ അകത്തേക്ക് കയറിയാലും. നിക്ക് നിക്ക് നിക്ക്, വെറുതെ അങ്ങോട്ട് കയറാൻ പറ്റുമോ? ഇതൊരു പുനർജന്മം. യാമിനി മോളെ ആരതി എടുക്ക്, ഓടിച്ചല്ലേ. ആരതി ഒഴിഞ്ഞു വലതുകാല് വെച്ച് വേണം ഐശ്വര്യമായിട്ട് വീട്ടിലേക്ക് കയറാൻ. അവിടെ നിക്ക്. ആ ഗൗതവും കൂടി അങ്ങോട്ട് ചേർന്ന് നിൽക്ക്. എല്ലാ ദോഷങ്ങളും ഇതോടെ തീരട്ടെ. ഇനി വാ, വലതുകാല് വെച്ച് അകത്തോട്ട് കയറ്. മാമായ വാ വാ വാ. അന്വേഷണ ഉദ്യോഗസ്ഥയെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ പറയുക, പോയ വഴിക്ക് നീ അങ്ങ് പോയി കിട്ടണേന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ഞാനങ്ങ് പ്രാർത്ഥിച്ചിരുന്നു. എന്താണെന്നറിയില്ല, എന്റെ ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല. അല്ലേലും ദുഷ്ടത്തരങ്ങൾക്കൊന്നും ദൈവം കൂട്ടി നിൽക്കില്ല വസു. എന്തായിരുന്നു മാഡത്തിന്റെ പെർഫോമൻസ്? ഒറ്റയടിക്ക് എനിക്ക് തൂക്കുകയർ തന്നെ വിധിച്ചു കളഞ്ഞില്ലേ? എന്നിട്ടിപ്പോ എന്തായി? IPS അല്ലേ, ഒരല്പം കൂടി വകതിരിവൊക്കെ കാണിക്കണം. എല്ലാ കാര്യങ്ങളെയും സംശയദൃഷ്ടിയോടെ മാത്രം നോക്കിക്കാണുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. കുറച്ചു മണിക്കൂറുകൾ മാത്രമാണെങ്കിലും മാഡം എന്നെ പ്രതിസ്ഥാനത്ത് നിർത്തി. ഇപ്പൊ എന്തു പറയുന്നു മായ തെരേസ IPS? ഒരു ക്ഷമയെങ്കിലും ചോദിക്കാനുള്ള മിനിമം മര്യാദയെങ്കിലും വേണം. ക്ഷമയൊക്കെ അവിടെ നിക്കട്ടെ മാഡം. പറയാൻ മടിയുള്ളത് കൊണ്ടല്ല. മാഡം നിരപരാധിയാണെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഈ തട്ടിക്കൊണ്ടു പോകൽ അത് ചെയ്തവൻ സ്വയം അവസാനിച്ചു. ചെയ്യിച്ചവരാരെങ്കിലും ഉണ്ടോന്ന് അന്വേഷണത്തിലല്ലേ അറിയാൻ പറ്റൂ. അന്വേഷിച്ചോളൂ, എത്ര വേണമെങ്കിലും അന്വേഷിച്ചോളൂ. അപ്പോഴും ഈ വസുന്ധര പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കും. പക്ഷെ ഒന്നുണ്ട് മാഡം, സംശയിക്കുമ്പോഴേ ഒരു മിനിമം ലോജിക്കെങ്കിലും വേണം. ലോജിക്കലി ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിലേ അത് വർക്ക് ആവൂ. ഒരു മിനിമം ലോജിക്ക് ഞാൻ മാഡത്തിന് പറഞ്ഞു തരാം. ഈ വീട്ടിൽ സംഭവം നടക്കുമ്പോ നിധിയെ കൂടാതെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ദേ, ഈ നിൽക്കുന്ന നിർമ്മല ഈ വീട്ടിലെ അംഗം പോലും അല്ല. എന്നിട്ടും മാഡം ആരോപിക്കുന്ന ഈ സംശയത്തിന്റെ മുന
എന്തുകൊണ്ട് മാഡത്തിന്റെ നേർക്ക് മാത്രം വന്നു? അതുകൊണ്ട് വലിയ വലിയ പ്രസ്താവനകൾ ഇറക്കുന്നൊക്കെ അവിടെ നിൽക്കട്ടെ തൽക്കാലം. ഇവരൊക്കെ നടന്നത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ നിൽക്കുന്നവരാ. എന്താ അറിയണ്ടേ? പിന്നെ അത് അറിയാനല്ലേ ഞങ്ങൾ ഇവിടെ എല്ലാരും കാത്തിരിക്കുന്നത്. അയാൾ എന്തിനാ മാഡം ചേച്ചിയെ പിടിച്ചോണ്ട് പോയത്? ബേസിക് റീസൺ പ്രണയമെന്നാണ് നിധി പറയുന്നത്. ഒരു വൺ വേ ട്രാക്ക്. അവൻ കുറച്ച് എക്സെൻട്രിക്കാ അല്ലേ നിധി? അതെ മാഡം. ഇടയ്ക്ക് ജയിലിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നിധിയോട് പണ്ടെങ്ങാണ്ട് തോന്നിയ ഭ്രാന്തമായൊരിഷ്ടം അവന്റെ മനസ്സിൽ തുടങ്ങിയതുപോലെ തന്നെ കെടാതെ കിടപ്പുണ്ടായിരുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മിഥുൻ എന്ന് പറയുന്ന ആ വ്യക്തി ജയിലിൽ നിന്ന് ഇറങ്ങിയത് പോലും നിധിയുമൊത്ത് ജീവിക്കുക എന്ന ഒരിക്കലും നടക്കാത്ത ആഗ്രഹവുമായിട്ടാ. അവനെന്താ ഭ്രാന്ത് വല്ലതും ഉണ്ടോ? ഇതൊരു തരം ഭ്രാന്താണ് പാറു. നിധി ഈ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുമ്പോ അവൻ വീടിന് പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ മുതൽ അവൻ നിധിയെ ഫോളോ ചെയ്തു തുടങ്ങി, വടശ്ശേരിക്കോണം പാലം കഴിഞ്ഞുള്ള സ്ഥലം വരെ. വടശ്ശേരിക്കോണം പാലം കഴിഞ്ഞുള്ള ഏരിയയാണ് സംഭവസ്ഥലം. അവിടെ എന്താ സംഭവിച്ചെന്ന് നിധി തന്നെ പറഞ്ഞുതരും. ഞാൻ സ്കൂട്ടറിൽ വരികയായിരുന്നു. അപ്പോ തുറക്കണോ? തുറക്കാൻ തുറക്കാനല്ലേ പറഞ്ഞത്? എടോ താൻ. യെസ് ഡിയർ, ഞാൻ തന്നെ, നിന്റെ സ്വന്തം മിഥുൻ. ജയിലിൽ കിടന്ന സമയത്ത് പോലും ഓരോ നിമിഷവും നിന്നെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു എന്നിൽ. ഐ കാണ്ട്, പറ്റുന്നില്ല, എനിക്ക് മറക്കാനാവുന്നില്ല നിധി.